നമ്മുടെ പറമ്പ് ഒരു കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് അവധിയായതുകൊണ്ട് ഞാനും പപ്പായും കൂടെ നമ്മുടെ പറമ്പിൽ വന്ന് കാടൊക്കെ തെളിച്ച് ഏകദേശം തെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയുമുണ്ട്. ഭയങ്കര കാട് പിടിച്ചായിരുന്നു. പിന്നെ മഴയായിരുന്നില്ല, എനിക്ക് കാല് വയ്യായിരുന്നുകൊണ്ട് പറമ്പിലോട്ട് വരുന്നില്ലായിരുന്നു. പപ്പ എന്നെ കൊണ്ട് ആശുപത്രിയിൽ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ ഓരോന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പറമ്പ് കാട് കയറിയായിരുന്നു. ഒരു തരത്തിലിപ്പോൾ 2 ദിവസം കൊണ്ട് വലിയ കാടുകളെല്ലാം വെട്ടി. ഇനിയിപ്പോൾ നിലത്തെ പുല്ലൊക്കെ വെട്ടണം. നമ്മുടെ ചെടിയും ഒക്കെ ഏകദേശം വെട്ടിത്തെളിച്ചത്. നമ്മുടെ തോട് കുറേ നാളായില്ലേ നമ്മുടെ തോട് കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അക്കരെ പറമ്പ്. ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വെള്ളം കയറി കിടന്നെന്ന് പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു ഒരു വീഡിയോ, അതിപ്പോൾ കണ്ടോ. കൃഷി ചെയ്ത് കപ്പയും വാഴയും ചേനയൊക്കെ. ഇത് നമ്മുടെ പറമ്പ്, നമ്മുടെ വഴിയാണത്. ഞങ്ങൾ ചോറുണ്ടില്ല. ഇപ്പോൾ 3 മണിയാകാറായി. ഞങ്ങളൊരു 11 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. ഇനിയിപ്പോൾ മടുത്ത് ഇനി വീട്ടിൽ ചെല്ലണം, ചോറുണ്ണണം. ചെമ്പരത്തിയെല്ലാം പയറ് കയറി മൂടിയായിരുന്നു, എല്ലാം കുറേ വെട്ടിക്കളഞ്ഞു. പൂവുള്ള കമ്പ് വെട്ടിയില്ല, അത് കുറേ വെട്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പെരുങ്കാടായിരുന്നു. ഇത് നമ്മുടെ അയൽവക്കത്തെ ജാതിത്തോട്ടമാണ്. നമ്മുടെ അക്കരെ ഇത് റോഡിനക്കരത്തെ പറമ്പാണ്. ഇവിടെ ജാതിത്തോട്ടമാണ്, ജാതി. പിന്നെ ഇങ്ങനെ വലിയ വനം പിടിച്ച് കിടക്കുന്നത് കണ്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ. നല്ല തണുപ്പൊക്കെയുണ്ട്. ശാന്തമായ ഏരിയ, നല്ല സൈലൻ്റാണ് ഇവിടെയൊക്കെ. ഇത് വേറൊരു പറമ്പാണ്, ഞങ്ങളുടെ പറമ്പിന് മേളത്തെ പറമ്പാണ്. ഇത് ഒന്നും ചെയ്തില്ല, വെറുതെ കിടക്കുക. കാട് കയറി. ഇതുപോലത്തെ ഇതിലും വലിയ കാട് പിടിച്ചായിരുന്നു നമ്മുടെ പറമ്പിൽ. നമ്മളവരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. തെങ്ങും വാഴയും പിന്നെന്താ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ. ഇപ്പോൾ അത്രയൊക്കെ ഉള്ളു. കപ്പളം, മാവ്, പ്ലാവ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മേലോട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ മേലോട്ട് നടക്കുമ്പം ബസ് റോഡാണ്. വൈക്കം പാല ബസ് റോഡ്, ബസ് പോകുന്ന റൂട്ടാണ്. ഇവിടെ 100 മീറ്ററേ ഉള്ളൂ. ഇതൊരു ചെറിയ കയറ്റം. ഇവിടെ വഴി ഇച്ചിരി, ഇവിടെ ഒത്തിരി ലോറി വന്നായിരുന്നു ഈ ഇടയ്ക്ക്. അത് അവിടെ കല്ലിറക്കിയേക്കുന്നുണ്ടോ. ഇത് വേറൊരാളുടെ പുറമാണേ. കല്ലിറക്കാൻ വേണ്ടി അവർ ഈ റോഡ് കോൺട്രാക്ടർമാരാണേ. അവർ വന്നിട്ട് അവരുടെ വേസ്റ്റ് കല്ലൊക്കെ ഇറക്കാൻ ലോറിയും കൊണ്ട് വരും, ടിപ്പർ. അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേണം. ഈ റോഡ് ഇങ്ങനെ പോയി. അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ താഴെ കണ്ടോ. ഞാൻ മുമ്പ് അവിടെ നിന്നാണ് വീഡിയോ പിടിച്ചത്. ഇപ്പോൾ ഞാൻ മുകളിൽ നടന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. പപ്പ മുമ്പിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അയൽവക്കത്തെ വേറെ വീട്. അങ്ങനെ ഇതൊക്കെ സ്ഥലം കൊടുക്കാൻ കിടക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ല സ്ഥലമാണ്. സെൻറ്റിന് 1.5 ലക്ഷം പറയുന്നു. നല്ല വെള്ളവും റോഡ് സൗകര്യമൊക്കെ ഉണ്ട്, ബസ് സൗകര്യമുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, മേടിക്കാം. ഇത് നമ്മുടെ അയൽവക്കത്തെ വീട്. അവർ 2 ചെറുക്കന്മാരും മൂത്ത പുള്ളിയുടെ വൈഫേ ഉള്ളൂ, മക്കളില്ല അവർക്ക്. അവരുടെ കൃഷിയാണിത്, പയറ്. അവർ വലിയ കൃഷിക്കാരോ, പക്ഷേ അവരുടെ പയറിനെല്ലാം പുഴു കയറിയെന്ന് അവർ പറയുന്നു. കണ്ടോ പയർ കൃഷി ചെയ്തേക്കുന്നത്. അങ്ങനെ അവരുടെ പയർ തോട്ടമുണ്ട്. പിന്നെ അവരുടെ വീട് ഇത് റോഡ് ഉണ്ടാവും. ഇവിടുന്ന് മുമ്പോട്ട് ഇച്ചിരി നടക്കുമ്പോൾ ബസ് പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മുടെ താഴെ കണ്ടോ. അങ്ങനെ ഏറ്റമാണ് നമ്മുടെ പറമ്പ്. പപ്പായ പോകാൻ വണ്ടി എടുക്കുവാണ്, ഞങ്ങൾ പോവുകയാണ്. ഇതാണ് വീട്. ഇവരുടെ കൂടെയാണ് ഞങ്ങൾ സ്ഥലം മേടിച്ചത്. ഇവർക്ക് വീട് വെക്കാൻ പൈസയില്ല, ഇങ്ങനത്തെ സ്ഥലം കൊടുത്തതാണ്. അതവരുടെ കൃഷി. അതിലൊക്കെ അപ്പുറത്തെ വീട്, നമ്മുടെ ജാതിത്തോട്ടം കണ്ടില്ലേ, അവരുടെ വീട് ഇവിടെയാണ്. ഓക്കെ, ഞങ്ങൾ പോട്ടെ. ടാറ്റാ.